മേരി സെലസ്റ്റി എന്ന് പറഞ്ഞ ബോട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ ബോട്ടിലുള്ളവരെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. 1872 ന്യൂയോർക്കിൽ നിന്ന് ഇറ്റലിയിലോട്ടേക്ക് പോകാനുണ്ടായിരുന്ന ഒരു ബോട്ടായിരുന്നു. ആ ബോട്ടിൻ്റെ അകത്ത് 10 പേരുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റൻ, അയാളുടെ ഭാര്യ, അയാളുടെ ഒരു മോള്, അല്ലാണ്ട് 7 ക്രൂ മെമ്പേഴ്സും. അത് 1201 ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾസ് ഉണ്ടായിരുന്നു. അതായത് അത് ഡയറക്റ്റ് കുടിക്കാൻ പറ്റില്ല, പക്ഷേ പ്യൂരിഫൈ ചെയ്താൽ നമുക്ക് കുടിക്കാൻ പറ്റും. അതുമല്ലാണ്ട് 6 മാസത്തേക്കുള്ള ഫുഡും ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ബ്രിഗ് ഡെ ഗ്രേഷ്യ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ആ ബോട്ട് കാണുന്നു. ആ ബോട്ടിൻ്റെ അടുത്തോട്ടേക്ക് ചെന്നപ്പോൾ മനസ്സിലായി ആ ബോട്ടിൽ ആരും ഇല്ലെന്ന്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി നോക്കി, എന്താ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെന്താ കാണാത്ത, എവിടെ പോയെന്ന് പറഞ്ഞ് അന്വേഷിച്ച്. ആ ബോട്ടിൽ ഒരു മൃതദേഹവും ഇല്ലായിരുന്നു. 6 ദിവസത്തെയും കാര്യമായിട്ട് തന്ന ലോഗ് ബുക്ക് നോക്കി. നവംബർ 7 യാത്ര തുടങ്ങി ഈ ബോട്ട് നവംബർ 25 വരെ ഒരു പ്രശ്നവും പറയുന്നില്ല. ആകെ 3.5 അടിയും വെള്ളം കുറച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമല്ലാണ്ട് അവിടുത്തെ ലൈഫ് ബോട്ടും മിസ്സിങ് ആയിരുന്നു. കടൽ കൊള്ളക്കാരും കൊള്ളയടിച്ചിട്ടില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്താ പ്രശ്നമെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. പലരും ഒരുപാട് കെട്ടുകഥകൾ പറയുന്നത് അതൊരു ശാപമേറിയ ബോട്ട് തന്നെയാണ്, ഇതിന് മുന്നേ ഉപയോഗിച്ചവരും അതിൽ നിന്ന് പ്രശ്നം കൊണ്ടാണ് വിറ്റ് ഈ ഇപ്പോഴത്തെ ഈ മിസ്സിങ് ആയിട്ടുള്ളവരുടെ കൈ വന്നത്. അങ്ങനെ ഒരുപാട് കെട്ടുകഥകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇത് ഉള്ളതാണോ എന്ന് ഇതുവരെ അറിയത്തില്ല. ഇപ്പോഴും ആർക്കും അറിയത്തില്ല ആ 10 പേര് എവിടെ പോയെന്ന്.